ഇന്നത്തെ പവർഫുൾ ഫുൾ മൂൺ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് നമ്മൾ ഫുൾ മൂൺ ഡേയുടെ അന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന്. സോ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു പൗർണമി ദിനത്തിൻ്റെ അന്ന് ചന്ദ്രൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത് വളരെ ശക്തമായ ഊർജം പുറത്തേക്ക് വിടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫുൾ മൂൺ ഡേയുടെ പ്രത്യേകത. ഈ അവസ്ഥയിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ, മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും പുറത്തേക്ക് തള്ളാനും അതുപോലെ പോസിറ്റീവായിട്ടുള്ള എനർജി നിറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിന് ശാന്തതയും അതുപോലെ സമാധാനം, അതുപോലെ ഉറക്കം മെച്ചപ്പെടുത്തുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, രോഗശാന്തിക്ക് വേണ്ടി സഹായിക്കുന്നു, സർഗാത്മകത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം, ആത്മീയമായ ഉണർവും തരുന്നുണ്ട്. പിന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളെ നേടുവാനും ഈ ഒരു ഫുൾ മൂൺ ധാരാളമായി സഹായിക്കുന്നുണ്ട്. ഇത്രയേറെ ബെനിഫിറ്റ്സ് ഫുൾ മൂൺ ഡേയുടെ അന്ന് മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ എത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അത്രമാത്രം അവിടെ നിന്ന് ഔട്ട്പുട്ട് നമുക്കുണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ഉള്ള ആൾക്കാരൊക്കെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, ആ സമയത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടെത്തുക. കഴിയുമെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം ശരീരത്തിലേക്കുന്ന തരത്തിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, വരുന്ന 3 ദിവസമാണ് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസം നിങ്ങൾ ചെയ്താൽ മതിയാകും. അതുപോലെ വളരെ പവർഫുള്ളായിട്ട് ഒരു ഫാമിലി, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയിൽ അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള സെഷൻസ്, ഫ്രീ ആയിട്ടുള്ള സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷൻ, അഫർമേഷൻസ്, ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലൂടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ വിജയം എന്നത് ആ വ്യക്തി ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് വിജയം കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, വാട്ട്സ് യുവർ ട്രൈബ് ദാറ്റ്സ് യുവർ വൈബ്. നിങ്ങളുടെ വൈബ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം. ഒട്ടും വൈകുന്നില്ല, നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സുഖമായിരിക്കാൻ പറ്റുന്നത് അതുപോലെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. തറയിലിരുന്നു കൊണ്ടാണോ, കസേരയിലിരുന്നു കൊണ്ടാണോ, ഇനി കട്ടിലിൽ കിടന്നുകൊണ്ടാണോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് സുഖമായിരുന്നു മെഡിറ്റേറ്റ് ചെയ്യാം. സുഖമായിരിക്കാം. കൈകൾ തുടമേൽ മലർത്തി വയ്ക്കാം. നട്ടൽ നിവർന്നിരിക്കട്ടെ. വളരെ സാവധാനം കണ്ണുകൾ അടയ്ക്കാം. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ഒരിക്കൽ കൂടി സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ മനസ്സും ശരീരവും നന്നായിട്ട് ശാന്തമായ അവസ്ഥയിലേക്ക് വരുന്നു. ആ ഓരോ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിൽ നിന്നുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള ആ ഊർജം ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പോയി എല്ലാ കോശങ്ങളിലേക്കും എത്തുന്നതായിട്ട് മനസ്സിലാക്കാം. പുറത്തേക്ക് പോകുന്ന ആ കാർബൺ ഡൈ ഓക്സൈഡിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തേക്ക് വന്ന് ആ യൂണിവേഴ്സിലേക്ക് അലിഞ്ഞില്ലാണ്ടാകുന്നു. Breathe in and breathe out.
feel the energy settle down. മനസ്സും ശരീരവും പൂർണ്ണമായും ശാന്താവസ്ഥയിലേക്ക് സെറ്റിൽ ഡൗൺ. ഉള്ളിലുള്ള ടെൻഷൻ, വെപ്രാളം ഒക്കെ പുറത്തേക്ക് പോട്ടെ. എത്രത്തോളം മാക്സിമം ശാന്തമായ അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ അത്രമാത്രം ശാന്തമായ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ജസ്റ്റ് വിഷ്വലൈസ്, ഒന്ന് ദൃശ്യവൽക്കരിക്കാം. നിങ്ങളിപ്പോൾ ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ നടുക്ക് നിൽക്കുവാണ്. അവിടെ നിന്നുകൊണ്ട് കൈകൾ രണ്ടും രണ്ട് വശത്തേക്ക് വെച്ച് ആകാശത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കുവാണ്. ആ പൂർണ്ണചന്ദ്രനെ വളരെ വ്യക്തമായി HD ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ചന്ദ്രന്റെ പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ ഒഴുകുന്നു. ആ ചന്ദ്രന്റെ ചുറ്റും ധാരാളം നക്ഷത്രങ്ങൾ നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങി നിൽക്കുന്നു. നല്ല നീലാകാശത്തിൽ. ഫീൽ ഇറ്റ്. ആ സമയത്തുള്ള ചെറിയൊരു തണുപ്പും ആ പ്രകാശത്തിൽ നിങ്ങൾ കുളിച്ചു നിൽക്കുന്നതും നന്നായിട്ട് കാണാം. 5 ഇന്ദ്രിയങ്ങളും ഓപ്പൺ ചെയ്ത് 5 ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ നിമിഷം ആസ്വദിക്കാം. കണ്ണുകളിലൂടെ കാണുന്നു. ആ സമയത്ത് അവിടെയുള്ള ചെറിയ ജീവികളുടെ സൗണ്ട്, ഗുഡ് സ്മെൽ, നല്ല പൂക്കളുടെ മണം, ആ സമയത്തുള്ള ചെറിയ തണുപ്പ് നന്നായിട്ട് ആസ്വദിക്കാം. ഫീൽ ഇറ്റ്. ചന്ദ്രന്റെ ആ ഊർജം നിങ്ങളുടെ ക്രൗൺ ചക്രയിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകാനായിട്ട് തുറന്നിരിക്കാം, വിട്ടുകൊടുക്കാം. ചന്ദ്രന്റെ ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തുറന്നിരിക്കാം, റിസീവർ മോഡിയിരിക്കാം. ആ ഒരു ഊർജം പ്രകാശത്തിലൂടെ നിങ്ങളുടെ ക്രൗൺ ചക്രയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് എല്ലാ കോശങ്ങളിലേക്കും ആ ഊർജം എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിക്കാം. ഈ നിമിഷം ചന്ദ്രന്റെ ഊർജത്തിൽ പൂർണ്ണമായും അലിഞ്ഞ് അതിലേക്ക് ആഴ്ന്നിറങ്ങാം. പൂർണ്ണമായും ആഴ്ന്നിറങ്ങാം. കാരണം പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ലൈഫിലേക്ക് ഈ ഊർജം നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇന്ന് ഈ നിമിഷം നിങ്ങൾ പ്രപഞ്ചമാതാവിൻ്റെ മടിയിലിരിക്കുകയാണ്. ആ പ്രപഞ്ചമാതാവിൻ്റെ ഊർജത്തോടൊപ്പം ചന്ദ്രന്റെ പൂർണ്ണമായ ഊർജത്തെ സ്വീകരിച്ച് പുതിയൊരു ജീവിതം, പുതിയൊരു ലൈഫ്, പുതിയ സ്വപ്നങ്ങൾ അവയൊക്കെ ആകർഷിക്കുന്നു. ഈ സമയം മുതൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഭാരങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ തടസ്സങ്ങളോ എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ ഈ നിമിഷം പൂർണ്ണമായും വിട്ടുകൊടുക്കാം. ഉള്ളിലുള്ള ഭാരത്തൊക്കെ ഇറക്കി വയ്ക്കാം. ഈ ഒരു നിമിഷം അതിലേക്ക് നല്ലതുപോലെ എഫേർട്ട് ഇട്ടുകൊണ്ട് പുറത്തേക്ക് കളയാം. ആ ചന്ദ്രന്റെ ഊർജത്തിന്റെ സഹായത്താൽ ക്ലെൻസിങ് സംഭവിക്കുന്നു. നന്നായിട്ട് ക്ലീനായി പുറത്തേക്ക് പോട്ടെ. ഓരോ ശ്വാസത്തിലൂടെയും പുറത്തേക്ക് തള്ളാം. ബ്രീത്ത് ഇൻ,
and breathe out. Breathe in and breathe out. കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ സ്വീകരിക്കാനായിട്ടുള്ള എംപ്റ്റി സ്പേസസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയ ആ ബാഡ്, ഫിയർ, ലിമിറ്റിംഗ് ബിലീഫ്, നെഗറ്റീവ് തോട്ട്സ്, ഈഗോ എല്ലാം പ്രപഞ്ചത്തിലേക്ക് പോയി ഒരു കറുത്ത പുകയായി ആ പ്രപഞ്ചത്തിൽ വെച്ച് തന്നെ ബാഷ്പീകരിച്ച് പൂർണ്ണമായും ഭസ്മമായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫീൽ ദാറ്റ് യു ആർ ഫ്രീ നൗ. ഇപ്പോൾ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഒരു തരത്തിലും നിങ്ങളെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ സ്വീകരിക്കാൻ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറായി കഴിഞ്ഞു. ഫീൽ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂർണ്ണമായും ക്ലെൻസ്ഡായി, നിങ്ങൾ ബെറ്ററായി, ഫോക്കസ്ഡായി, കൂടുതൽ ലവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പൂർണ്ണമായും അത്രമാത്രം പോസിറ്റിവിറ്റിയിലാണിപ്പോൾ. ഈ സമയം എത്രമാത്രം പീക്കായിട്ട് ഹൈ വൈബിൽ, ഹൈ എനർജിയിൽ നിന്ന് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്രമാത്രം ഹൈ ഫ്രീക്വൻസിയിലാണ് നിങ്ങളിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 3 ആഗ്രഹങ്ങളെപ്പറ്റി പ്രപഞ്ചത്തിനോട്, ചന്ദ്രനോട് പറയാനുള്ള അവസരമാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ 3 ആഗ്രഹത്തിൻ്റെ ആദ്യത്തെ ആഗ്രഹം ഇപ്പോൾ മനസ്സിൽ കാണാം, വിഷ്വലൈസ് ചെയ്യാം. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു വസ്തു ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്തുള്ള നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആനന്ദം എന്താണ് എന്ന് ഇപ്പോൾ ഫീൽ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിങ്ങളുടെ കയ്യിലുണ്ട്. ഫീൽ ദ ഹാപ്പിനെസ്. പൂർണ്ണമായും ആ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഹാപ്പി ആവോ അത്രയും മാത്രം ഹാപ്പി ഇപ്പോൾ ആസ്വദിക്കാം. നന്നായിട്ട് ഡീപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഗാഡ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ആൻഡ് താങ്ക് യു സോ മച്ച് മോർ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇതെനിക്ക് ലഭിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സന്തോഷത്തോടെ ഉള്ളിലേക്ക് ദീർഘമായൊരു ശ്വാസം എടുത്ത് പുറത്തേക്കാണ്. ഈ നിമിഷം നിങ്ങളുടെ രണ്ടാമത്തെ വിഷ്, രണ്ടാമത്തെ ആഗ്രഹം മനസ്സിൽ കാണാം. ആ ഒരു കാര്യം നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഡീപ്പായിട്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് അത് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം, ആ വസ്തു ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം
ഫീൽ ചെയ്യാം. ഇപ്പോൾ ഈ നിമിഷം ഫീൽ ചെയ്യാം. all the feelings and emotions കൊടുത്തുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു ഗോഡ് ആൻഡ് താങ്ക് യു മൂൺ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ കാര്യം എനിക്ക് ലഭിച്ചതിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ അങ്ങയോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക്. ഈ നിമിഷം നിങ്ങളുടെ മൂന്നാമത്തെ പവർഫുള്ളായിട്ടുള്ള ആഗ്രഹം ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു കാര്യം, ആ ഒരു വസ്തു ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഫീലിങ്സും ഇമോഷൻസും കൊടുക്കുന്നുണ്ടോ അത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് നന്നായി അത് ആസ്വദിക്കാം. ഫീൽ ഇറ്റ്. HD ക്ലാരിറ്റിയിൽ ആ ഒരു കാര്യം കാണാം. And thank you so much universe, thank you so much God, thank you so much moon for the lovely day. Thank you so much. നിങ്ങളുടെ കയ്യിലെ പാദങ്ങൾ ചെറുതായിട്ട് ചൂട് അനുഭവപ്പെടുന്നു. ശരീരമൊക്കെ വൈബ്രൻ്റ് ആകുന്നു. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഊർജം വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് ശരീരം വൈബ്രൻ്റ് ആകുന്നതും കൈപ്പാദങ്ങളൊക്കെ ചെറുതായിട്ട് ചൂടാകുന്നതും. ഫീൽ ദ ലവ് ഓഫ് മൂൺ ആൻഡ് ദി യൂണിവേഴ്സ്. നിങ്ങളെ പ്രപഞ്ചവും ചന്ദ്രനും എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ലൈഫിലേക്ക് ധാരാളമായി സ്നേഹബന്ധങ്ങളും ധാരാളമായി സമ്പത്തും സമൃദ്ധിയും നല്ല ആരോഗ്യമുള്ള ശരീരവും ഉന്മേഷമുള്ള മനസ്സും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സും അതൊക്കെ കൂടുതൽ ശക്തമാകുന്നു. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനമുള്ളൊരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ ജീവജാലകങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ 3 ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൻ്റെയും ചന്ദ്രൻ്റെയും ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ബ്ലെസ്സിങ്സ് തന്നുകൊണ്ടേയിരിക്കുന്നു. സ്വീകരിക്കൂ. സ്വീകരിക്കൂ. ഓരോ നിമിഷം കഴിയും തോറും ആ യൂണിവേഴ്സിലേക്ക് അലൈൻഡ് ആകുന്നു. ആ യൂണിവേഴ്സിൻ്റെ എനർജി ശരീരത്തിലേക്ക് ആകർഷിക്കുന്നു, ശേഖരിക്കുന്നു. വളരെ സാവധാനം ഇടത് കൈ ഹാർട്ട് ചക്രയിൽ വയ്ക്കാം. അതിന് മുകളിൽ വലത് കൈ ഹാർട്ട് ചക്രയിൽ വയ്ക്കാം. ആൻഡ് ഫീൽ ദ ലവ് ഓഫ് യൂണിവേഴ്സ്. ആ മദർ യൂണിവേഴ്സിൻ്റെ ആ സ്നേഹം തിരിച്ചറിയാം. ആ മദർ യൂണിവേഴ്സിൻ്റെ സ്നേഹം തിരിച്ചറിയാം. ഫീൽ ദ ലവ് ആൻഡ് ഫീൽ ദ എനർജി. ഫീൽ ദ പവർ ഇൻ യു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവറിനെ തിരിച്ചറിയാം. യു ആർ സോ മച്ച് കണക്റ്റഡ് ടു ദ യൂണിവേഴ്സ്. അത്രമാത്രം ആഴത്തിൽ പ്രപഞ്ചവുമായി അലിഞ്ഞു ചേർന്നു. ആഴമേറിയ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം.
പുറത്തേക്ക് വിടാം. നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോൾസാണ്, മനോഹരമായിട്ടുള്ള ആത്മാക്കൾ. സൂപ്പർ, യു ആർ സോ ബ്ലെസ്ഡ്. നിങ്ങളെല്ലാവരും അത്രമാത്രം അനുഗ്രഹീതരാണ്. ആ ഹാർട്ടിലുള്ള ആ ഹൃദയത്തെ ശ്രദ്ധിക്കാം. എത്ര ശാന്തമായിട്ടാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. സേ താങ്ക് യു ടു യൂണിവേഴ്സ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചത്തിനോട് നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് യു യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കൈകൾ കൂപ്പി തല അല്പം കുനിച്ച് ചന്ദ്രനോടും നന്ദി പറയാം. താങ്ക് യു മൂൺ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡേ ആൻഡ് ഫോർ ഓൾ ദ എനർജീസ്. ഇത്രയും മനോഹരമായ ഒരു ദിവസം നൽകിയതിന് ഒരുപാട് നന്ദി. അതുപോലെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ചുറ്റുമുള്ള സൗണ്ടുകളെ ശ്രദ്ധിക്കാം. സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാം. ജസ്റ്റ് അവെയർ ഓഫ് യുവർ ബോഡി. ശരീരത്തെ പൂർണ്ണമായും ശ്രദ്ധിക്കാം. എനർജിയെ ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി സാധാരണ ശ്വാസമുള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതോടൊപ്പം നല്ല സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ, അനുഗ്രഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സാവധാനം കണ്ണുകൾ ചിമ്മി തുറക്കാവുന്നതാണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി അനുഭവിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ജസ്റ്റ് താങ്ക് യു സാർ, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നതിലുപരി എന്തായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് എന്ന് ഉറപ്പായി നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മെഡിറ്റേഷൻ 3 ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും മറക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യുന്നു, നാളെ ചെയ്യുന്നു, മറ്റന്നാൾ ചെയ്യുന്നു. 3 ദിവസം തുടർച്ചയായിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഗോഡ് ബ്ലെസ് യു.